നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. കരിമണൽ ഖനനം CMRL-നെതിരായ ആദായ നികുതി തർക്ക പരിഹാര ബോർഡിന്റെ ഉത്തരവ് തോട്ടപ്പള്ളി കരിമണൽ ഖനനത്തിന് പിന്നാലെ അഴിമതിക്ക് തെളിവായി പരിഗണിക്കാനാവില്ലെന്നാണ് ലോകായുക്ത പറയുന്നത്. കരിമണൽ ഖനനം CMRL-നെതിരായ ആദായ നികുതി തർക്ക പരിഹാര ബോർഡിന്റെ ഉത്തരവ് പുറത്തുവന്നു. തോട്ടപ്പള്ളി കരിമണൽ ഖനനത്തിന് പിന്നാലെയാണ് അഴിമതിക്ക് തെളിവായി പരിഗണിക്കാനാവില്ല എന്ന് ലോകായുക്ത പറയുന്നത്. ഖനനത്തിനെതിരെ സമരസമിതി നൽകിയ ഹർജി പരിഗണിക്കുമ്പോഴായിരുന്നു ലോകായുക്ത ജസ്റ്റിസ് സിറിയക് ജോസഫ്, ഉപലോകായുക്ത ഹാറൂൺ അൽ റഷീദ് എന്നിവരുടെ നിരീക്ഷണം. കേസിൽ കക്ഷിയില്ലാത്ത CMRL-നെതിരായ ഉത്തരവിന് എന്ത് പ്രസക്തിയാണുള്ളതെന്നാണ് ഇരുവരും ചോദിച്ചത്. അളവിൽ കവിഞ്ഞ ഖനനം നടന്നോ എന്ന് ഉറപ്പാക്കാൻ ഈ ഉത്തരവ് ആവശ്യമില്ലെന്നും ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി. ആരാണ് കരിമണൽ കടത്തിയതെന്ന് സ്ഥാപിക്കാൻ പരാതിക്കാർക്ക് കഴിയുന്നില്ല. CMRL-നെതിരെ ഹർജിയിൽ പരാതി ഉന്നയിച്ചിട്ടില്ല. ആർക്കാണ് മണൽ ലഭിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമെങ്കിൽ CMRL-നെ കക്ഷി ചേർക്കണമായിരുന്നുവെന്നും ഉപലോകായുക്ത ചൂണ്ടിക്കാട്ടി. കരിമണൽ ലഭ്യമാക്കാൻ CMRL പലർക്കും പ്രതിഫലം നൽകിയെന്ന് സമരസമിതി പറഞ്ഞു. അനധികൃത പണമിടപാട് തെളിയിക്കുന്നതാണ് തർക്കപരിഹാര ബോർഡിന്റെ ഉത്തരവ്. അതിനാൽ അഴിമതിക്ക് തെളിവായി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടിരുന്നു. ഈ ആവശ്യമാണ് നിരസിച്ചത്. ഹർജി ഈ മാസം 29-ന് വീണ്ടും പരിഗണിക്കും. ഏതായാലും ലോകായുക്തയുമായി ബന്ധപ്പെട്ട് പല വിവാദങ്ങളും നേരത്തെ ഉയർന്നതാണ്. ലോകായുക്തയിലെ പിണറായി വിജയനെതിരെയുള്ള കേസടക്കം CMRL-ലുമായി ബന്ധപ്പെട്ട കേസൊക്കെ വരുമ്പോൾ ഇത്തരത്തിലുള്ള പല ആരോപണങ്ങളും പുറത്തു വരുന്നു. ഒപ്പം ലോകായുക്ത ജഡ്ജിമാർ പിണറായി വിജയന്റെ വിരുന്നിൽ പോയതുമൊക്കെ വലിയ ചർച്ചാ വിഷയമായ കാര്യം തന്നെയാണ്. CMRL-നെ രക്ഷിക്കാൻ വീണ്ടും ലോകായുക്ത രംഗത്ത് വന്നിരിക്കുകയാണോ എന്ന സംശയം പോലും ഈ ഘട്ടത്തിൽ ആരെങ്കിലും ഉന്നയിച്ചാൽ അതിനെ പോലും നമുക്ക് തള്ളിക്കളയാൻ കഴിയുന്നതല്ല എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.